ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഇന്നത്തെ ഈ വീഡിയോ വിട്ട് വന്നത് ഒരു കോഴി നിറച്ച് പൊരിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിനുള്ള ചിക്കൻ ഇവിടെ ഞാൻ മുഴുവനാല് കഴുകി സ്കിന്നെല്ലാം നോക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നിറച്ച് പൊരിക്കാനുള്ള നമുക്ക് ഈ ചിക്കൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അരപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയിൽ ഒരു 2 പച്ചമുളക്, ഒരു 4 കൈ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, മല്ലിച്ചപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും, ചെറുനാരങ്ങൻ്റെ നാരങ്ങ പിഴിഞ്ഞും കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അരപ്പ് റെഡിയായി. ഇപ്പോൾ ചിക്കനിലേക്ക് ഇങ്ങനെ ഓരോരോ വര ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഓരോരോ വരയിട്ട് നല്ലോണം ഈ മുളകും മസാലയൊക്കെ പിടിക്കണം. നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. നല്ലോണം ഇതിനെല്ലായിടത്തും എൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം മുളകും ഈ മസാലൻ്റെ അരപ്പ് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എല്ലാം തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം ഞാൻ മസാല എല്ലാം തേച്ച് നല്ല റെഡിയായി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ വരെ നമുക്ക് മെയിനായിട്ട് ഇത് മസാല എല്ലാം തേച്ച് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം ചിക്കൻ്റെ ഉള്ളിലേക്ക് നടക്കാനുള്ള ഫില്ലിങ്ങും എല്ലാവരും നമുക്കൊരു മസാലൻ്റെ ഒരു കൂട്ടും വേണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതായി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം വാട്ടുക. ഒന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കാം. இந்த പച്ചമുളക് ഞാൻ കീറി ഇതിലിട്ട് കൊടുക്കുന്നു. ഉപ്പ് ഇട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുണ്ട്. അപ്പോൾ നല്ല ഇത് വാടി വരണുണ്ട്. അടച്ച് മൂടി വെച്ച് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന്
ഉള്ളിയെല്ലാം ഒന്ന് വാടി വെക്കാം. അവിടെ കോഴിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട ഫില്ലിങ് ഇവിടെ റെഡിയാക്കി. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിന് കുറച്ച് മസാല ഇതിൽ കുറച്ച് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെക്കാം. ഇനി നമുക്കിത് കോഴിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ട ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുക. ഒരു മുട്ടയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 3 മുട്ട ഞാൻ വെച്ച് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമുക്കിത് ഒരു സൂചി നൂലെടുത്ത് തുന്നിക്കൊടുക്കാം. ഇത് നല്ലോണം തുന്നിക്കിട്ട് തപ്പാടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പോരും. അപ്പോൾ നൂലും ഇതും സൂചിയും വെച്ചിട്ട് ഞാനിത് തുന്നിക്കൊടുക്കുന്നുണ്ട്. ടൂപ്പിക്കുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഇതിനെ പ്രസ് ചെയ്ത് വെക്കാം. അപ്പം ഞാനിത് തുന്നിക്കൊടുക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ്ങെല്ലാം ഇതാക്കി നിറച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു വിസിൽ ഇടിയിക്കാം. ആ കുക്കറിലേക്ക് വെച്ച് ഇതിൻ്റെ അരപ്പിൻ്റെ വെള്ളം തന്നെ കുറച്ച് വെള്ളം ഇതിൽ വെച്ചു. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കോഴിനെ വേവിക്കാം. അരച്ച് വെച്ചോക്കാം. ഒരു വിസിൽ വന്നാൽ നമുക്കിത് ഓഫാക്കാം. നമ്മുടെ ചിക്കൻ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്കൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. ഇട്ടുകൊടുക്കാം. ഈ വെന്ത ഇത് ഞാൻ ഈ വെള്ളം ഇതിൽ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടുള്ള കോഴി ഇവിടെ വെന്ത് ഇനിയിപ്പോൾ ഈ ഗ്രേവിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും തക്കാളിയും എല്ലാത്തിൻ്റെ മസാല ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്നും കൂടി വെന്തിട്ട് നമുക്കിത് എടുക്കാം. ചിക്കൻ റെഡിയായി. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് അടുപ്പത്തുനിന്നത് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഗ്രേവിയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ റെഡിയായി. നമ്മളെ നിറച്ച ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യാം, ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.